ആത്മാർത്ഥമായി ചിന്തിച്ചാൽ നമ്മളിൽ മിക്കവാറും ആളുകൾ വെറുക്കുന്ന ഒന്നാണ് ബോറായിട്ടിരിക്കുന്നത്. നിശബ്ദത നമ്മിൽ അസ്വസ്ഥതയുണ്ടാക്കും. കാത്തിരിപ്പ് ഒരിക്കലും അവസാനിക്കാത്തതായി അനുഭവപ്പെടും. അതുകൊണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്യാൻ ആരംഭിക്കും, ഡിസ്ട്രാക്റ്റഡ് ആകാൻ ശ്രമിക്കും, എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ബോറാകുന്നത് ബോറല്ലെങ്കിലോ? അത് പുതിയൊരാശയം നമ്മെ കാത്തിരിക്കുന്ന ഒരു ഇടമാണെങ്കിലോ? ചിലപ്പോൾ ഒരുപക്ഷെ അത് ആഴമേറിയ എന്തോ ഒന്ന് വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണെങ്കിലോ? ശ്രദ്ധിക്കാൻ മാത്രം വേണ്ട സമയമെങ്കിലും എടുത്ത് അവ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറായാൽ. ബോറടി സത്യത്തിൽ ആക്ടിവിറ്റിയൊന്നുമില്ലാത്ത അവസ്ഥയല്ല, നമ്മൾ പ്രവർത്തനനിരതരല്ല എന്നു മാത്രം. നിശബ്ദതയുടെ നിമിഷങ്ങളെ നമ്മൾ നിറയ്ക്കുന്നത് അവസാനിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അലയാൻ ആരംഭിക്കുന്നു. അവിടെയാണ് ക്രിയേറ്റിവിറ്റി ജനിക്കുന്നത്. പഠനങ്ങൾ കാണിക്കുന്നത് ബോറടി നമ്മുടെ ഇമാജിൻ ചെയ്യാനുള്ള കഴിവിനെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിനെയും മികച്ചതാക്കുന്നുവെന്നാണ്. മറ്റൊന്നും ചെയ്യാത്ത അവസ്ഥയിൽ നമ്മുടെ മനസ്സിന് ശ്വസിക്കാൻ ഒരിടം ലഭിക്കുന്നു. പല കാര്യങ്ങളിലും വ്യക്തത വരുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ബോർഡം എന്നത് എംപ്റ്റി അല്ല, ശൂന്യമല്ല എന്നതിന് ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഫോണിൽ ചാർജ് ഇല്ലാത്തതിനാൽ അത് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ആദ്യം അത് നിങ്ങളിൽ വളരെ അസ്വസ്ഥതയുണ്ടാക്കും. എന്നാൽ കുറച്ചു നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അതുമായി അഡാപ്റ്റഡ് ആകും. നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ ആരംഭിക്കും. ഒരുപക്ഷെ അത് ട്രെയിനിൻ്റെ ചലനമാകാം, അപരിചിതരുടെ സംസാരങ്ങളും ചിരികളുമാകാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചിന്തകളാകാം. ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു നിശബ്ദതയിൽ കുറേ ആഴ്ചകളായി പരിഹരിക്കാൻ കഴിയാതിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം പെട്ടെന്ന് ഉയർന്നു വന്നേക്കാം, നമ്മൾ പ്രതീക്ഷിക്കാതെ. പലരും കടന്നു പോകുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളൊരു കാര്യം തിരിച്ചറിയും: ബോർഡം ശൂന്യമല്ല, അത് ജീവനുള്ളതാണ് എന്നുള്ളത്. അതുകൊണ്ട് ബോറടി നമ്മുടെ ശത്രുവല്ല, അതൊരു ക്ഷണമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. പോസ്, റിഫ്ലക്റ്റ്, ലിസൺ. ഏതൊരു മികച്ച ആശയവും പുതിയ ഉൾക്കാഴ്ചയും ആരംഭിക്കുന്നത് എംപ്റ്റി സ്പേസിലാണ്. അതുകൊണ്ട് അടുത്തൊരു പ്രാവശ്യം ബോറടിക്കുമ്പോൾ അതിൽ നിന്നും ഓടാതെ അതുമായി ഇരിക്കാം, അതിനെ നിരീക്ഷിക്കാം, അതിനെ സ്ട്രെച്ച് ചെയ്യാൻ അനുവദിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ വിലപ്പെട്ട എന്തെങ്കിലും അതിൽ നിന്നും ഉണർന്നെഴുന്നേറ്റാലോ? നിങ്ങൾക്കായൊരു ചലഞ്ച് മുന്നിൽ വയ്ക്കാം. ഇന്ന് 3 മിനിറ്റുകൾ എടുത്ത് ഒന്നും ചെയ്യാതിരിക്കാം. നോ ഫോൺ, ബഹളങ്ങളില്ല, പ്രസൻസ് മാത്രം. ചിന്തകളെ ശ്രദ്ധിക്കാം, ശ്വാസത്തെ ശ്രദ്ധിക്കാം, ചുറ്റുമുള്ളവയെ നിരീക്ഷിക്കാം. കാരണം ബോറിംഗ് ഇസ്ന്റ് ബോറിംഗ്, ഇറ്റ് ഈസ് അൺഎക്സ്പ്ലോർഡ്.